നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നിട്ടുള്ളത് 2006 എന്ന റിട്ട് പെറ്റീഷനിൽ അന്നത്തെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിരുന്ന ശ്രീ ആർ മോഹനൻ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറലിന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ്റെ കോപ്പിയാണ്. അതിൻ്റെ കോപ്പി എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കോപ്പിയിൽ നിങ്ങൾ കയ്യിലുണ്ട് കോപ്പി. ഫർദർ ടു മൈ കമൻസ് on the abutments in the reply affidavit, the following information is furnished as desired by you. Allegation against Sri Pinarayi Vijayan. A. It is alleged that Sri Pinarayi Vijayan earned commission from SLC Lavalin, Canada, and invested in an entity named Kamala International Exporters in Singapore. Enquiry in this regard with the Government of Singapore by Foreign Tax Division (CBDT) revealed that there is no such entity in Singapore. Regarding education of his son, enquiry in this regard by the Foreign Tax Division (CBDT) is progressing. ഇതാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപരമായ ഒരു വസ്തുത. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് ക്രൈം നന്ദകുമാർ കൊടുത്ത ഈ കേസ് തള്ളിപ്പോകുന്നത്, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് രേഖകളില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോകുന്നത്. സ്വാഭാവികമാണ്, ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നതിന് തെറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ വിഷയം, ഞാനിത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയിൽ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ എൻ്റെ കൈകൾ പരിശുദ്ധമാണ്. ആദ്യം പറഞ്ഞത് ഒരു കമല ഇൻ്റർനാഷണലിനെ കുറിച്ചാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു SLC ലാവലിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എൻ്റെ കൈകൾ പരിശുദ്ധമാണ്, എൻ്റെ തല ഉയർന്നു തന്നെ ഇരിക്കും. കൂടാതെ വഴിയിൽ കാണുന്ന വസ്തുക്കളൊക്കെ എൻ്റെയാണ്. കൊട്ടാരം പോലൊരു വീട്, അങ്ങനെ അതിനൊരു വീട് കാണിച്ചു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ അന്ന് കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊരു കേസ് പഴയത് കിടപ്പുണ്ടല്ലോ എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ആ കേസിൻ്റെ ഫയലെടുക്കുകയും എൻ്റെ ഡോക്യുമെൻസിലൂടെ പോവുകയും, എൻ്റെ എക്സ്പെർട്സ് ഉൾപ്പെടെയുള്ള ഇത് അതിൻ്റെ എക്സിബിറ്റാണ്, ഡോക്യുമെൻസിലൂടെ പോവുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ പതിഞ്ഞു. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ആർ മോഹനൻ, അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, കൊച്ചി. ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഓഫീസ് ബേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഇനി കോപ്പിയും കൂടെ തരുന്നു. ഇതിൻ്റെ കോപ്പി കൂടെ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. സച്ചിൻ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ 4ാം സ്ഥാനക്കാരനായി കാണുന്ന വ്യക്തി ആർ മോഹനൻ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ആർ മോഹനൻ. ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി, 1-2 അല്ല, വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകും. കാരണം ഇത് സംശയിക്കേണ്ടതാണ്.